കുട്ടോ സുഖമാണല്ലോ. അമ്മയുടെ പൊന്നെ നിന്റെ കാലിന് എന്താ? കുഞ്ഞിന് സുഖമാണോ? അല്ലിക്കുട്ടന്റെ സുഖമാണോ? ഇവിടെ കാലിന്റെ വയ്യാടിയുണ്ട്. കുഞ്ഞിന്റെ കാല് കണ്ടോ അല്ലിക്കുട്ടൻ്റെ? അവന് കുഞ്ഞിന് ജന്മനാലുള്ളതാണ്. അവിടെ രണ്ട് കാലും ഈ ശേഷിക്കുറവാണ്. അവൾക്ക് ഈ കമ്പിയിലൊന്നും കയറി അള്ളിപ്പിടിച്ചിരിക്കാൻ ഈ രണ്ട് കാലിലും പറ്റത്തില്ല. ഇങ്ങനെ ഭക്ഷണം കാലുകൊണ്ട് കടിച്ച് പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അവൾ ജന്മനാൽ ചെറിയ ഒരു വികലാംഗമായി പോയ കാലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത്. അവൾക്ക് തറയിലാണ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതൊക്കെ. അവൾക്ക് തന്നെത്താനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അല്ലിക്കുട്ടി പയറിൻ്റെ മണി കഴിക്കുക. അല്ലിക്കുട്ടോ, അല്ലിക്കുട്ടോ, പയർ വേണ്ടേ കുഞ്ഞിന്? ഒരു പാട്ട് പാടിക്കേ. പഞ്ചവങ്കാട്ടിയിലെ ഓക്കെ. പഞ്ചവങ്കാട്ടിയിലെ കൊച്ചു തത്തേ ഡേ, പഞ്ചവങ്കാട്ടിയിലെ കൊച്ചു തത്തേ. അപ്പം നമ്മുടെ അല്ലിയുടെ പാട്ടൊക്കെ എല്ലാവരും ഒന്ന് കേട്ടല്ലോ. പഞ്ചവങ്കാട്ടിലെ കൊച്ചു തത്തയൊക്കെ പാടുന്നത് ഇടയ്ക്കിടയ്ക്ക് പാടും. പക്ഷേ നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ അവൾക്കും തോന്നണം പാടണമെങ്കിൽ ചില സമയത്ത്. ഞാൻ ചിലപ്പോൾ പാടിക്കൊടുത്താലേ പാടത്തുള്ളൂ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചക്കപ്പുട്ടാണ്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരു ചക്ക കിട്ടിയായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ഉണക്കി ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ച് പുട്ടുണ്ടാക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നെന്നാ ചക്കപ്പുട്ടുണ്ടാക്കാം. ഇഷ്ടമാണോ? ഇത് നമ്മുടെ പിന്നെ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണോ? സാധാ പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ പുട്ടുകുറ്റിയിലല്ല ഉണ്ടാക്കുന്നത്, മറ്റേ ആവി കയറ്റുന്നത് അതിനകത്താണ് നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് വെച്ച് നമുക്ക് തേങ്ങ തിരുമ്മിയിട്ട് സാധാ പോലെ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി കേട്ടോ. ഒരാള് അടുത്ത് വന്ന് നമുക്ക് കുറച്ച് പൊടിക്കുന്നേ. അത്ര മതിയാവും. മതി, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. എടാ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരും. നീ അമ്മയുടെ കൂടെ പോകണ്ട, ഇങ്ങോട്ട് വരും അമ്മ. കുഞ്ഞിന് വാ, എന്തായാലും കൊടുക്കട്ടെ. തണ്ണിമത്ത എടുത്തു. ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പ് കഴിച്ചിട്ട് പോയതാ, അടുത്ത ട്രിപ്പാ. മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോ പേടിക്കും വേണ്ട. ആ നെക്കോലി എടുത്തു കൊടുക്കണ്ട, തിന്നിട്ട് പൊക്കോട്ടെ. എടാ നീ പോ. അയ്യടാ അതാണ്ട് ഇത് കണ്ടോ, മിക്സിയുടെ സ്വിച്ചൊക്കെ കടിക്കുന്നുണ്ട്. അത് ഭക്ഷണമാണെന്ന് വിചാരിച്ചാ കേട്ടോ. മീൻ തരൂടാ ഇപ്പം. വേണ്ട ഇവാൻ അമ്മ അതെ മീൻ എടുത്തു. ചെല്ല സ്ഥലം വിട്, അല്ലെങ്കിൽ ഇവനിപ്പം മറ്റേ അല്ലിക്കുട്ടിയുടെയും കുക്കുവിൻ്റെയും ഒക്കെ ഭക്ഷണമെല്ലാം ഇപ്പം അവൻ കൊത്തിപ്പറിച്ചുകളെ. തരും ചെല്ലേ. അവൾക്കാണ് നെത്തോലി കൊടുക്കുക. അവള് കൊണ്ടുപോയിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് തുപ്പിക്കളയുക. വായി കൊടുക്കുവാണെങ്കിൽ വിഴുങ്ങുവേ, ഇല്ലെങ്കിൽ തന്നെത്താനെ ഇത്രയും വലുതായിട്ട് ഇപ്പോഴും തന്നെത്താനെ തിന്നത്തില്ല. എന്ത് പിന്നെ പട്ടിണി കിടക്കുമല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് കൊടുക്കുക. കാരണം തന്നെത്താൻ തിന്നത്തില്ല അവള്, എന്ത് ചെയ്താലും തിന്നത്തില്ല. എല്ലാരും പറയുന്നു അങ്ങനെ കൊടുത്ത് പഠിപ്പിക്കരുതെന്ന്. പക്ഷേങ്കിൽ അവള് തിന്നാതെ നമ്മൾ എന്ത് തന്നെ പട്ടിണി ആകത്തില്ല. പിന്നെ നമ്മൾ കണ്ടില്ലേ, കൊടുത്താ തുപ്പിക്കളയും. എല്ലാം കൊണ്ട് അവിടെ ഇവിടെയും കൊണ്ട് തുപ്പിക്കളയുക കേട്ടോ. കുഞ്ഞോ വായി കൊടുക്കുന്ന വിഴുങ്ങുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ കുഞ്ഞൂട്ടാ. എന്നാ കുഞ്ഞവിടെ ഇരിക്കുന്നേ നോക്കുന്നേ കേട്ടോ. രാവിലെ കുഞ്ഞിന് ഇച്ചിരി പാല് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞോണ്ട് വന്നു. അവൻ ഇച്ചിരി പാല് കൊടുക്കുക. പാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവള് കുറച്ചേ തിന്നുള്ളേ ഉള്ളോ? എന്നാ ഇനിയിപ്പോ അല്ല, അത് മതി. രാവിലെ രണ്ടാമത്തെ ട്രിപ്പല്ലേ ഇപ്പൊ വന്നേ, അത് മതി. ഇരിക്കും നാളെ. ഇനിയിപ്പം കൂട്ടുകാർ അതുകൊണ്ട് നമുക്ക് ഈ മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം.
മണിക്കൂട്ടനാണ്ട് വയറ് നിറഞ്ഞു മേളിപ്പോയി മരത്തിന്റെ, കണ്ടോ, പ്ലാവിന്റെ ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ടുണ്ട്. ഇനിമേ എന്റെ പണി നടക്കത്തുള്ളൂ. ഉച്ചി പോയിരിക്കുക അതിന്റെ. പൊടിച്ചോ? നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, കണ്ടോ. നമുക്കൊന്ന് ഇനിയൊന്ന് വറുത്തെടുക്കണം. വറുത്തില്ലെങ്കിൽ നമുക്കൊരു പച്ചവ ഉണ്ടാകും. അത് ചുമക്കണോ അതോ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതിയോ? അല്ല, ചെറിയ മറ്റേ പുട്ടുപൊടി, ഈ സാധാ പുട്ടുപൊടി പോലെ തന്നെ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ. പിന്നെ നമ്മളെ ഇപ്പം ഈ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഗുണമുള്ളതല്ലേ. ചക്ക വെച്ച് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ചക്കയുടെ ഒന്നും കളയാനില്ല, മുള്ളൊഴിച്ച് ബാക്കി എല്ലാം ചക്കയുടെ എടുക്കാം. ചക്കയുടെ അന്ന് ഞാൻ ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നല്ലതല്ലായിരുന്നു. നമുക്ക് അരിപ്പൊടി പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ആയില്ലേ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇച്ചിരി കൂടുതലിടണം. അതുപോലെ തന്നെ ശർക്കര ചീകി ഇടാമെങ്കിൽ നല്ല രുചിയായിരിക്കും. പുട്ടിന് ശർക്കര വേണ്ട. അല്ല, നമ്മൾ ശർക്കരയൊക്കെ ഇട്ടാലേ പുട്ടിന്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചോ, നല്ല മണം വരുന്നു കേട്ടോ. ചക്കയുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ടേ, കാരണം ഇനിയിപ്പോ ഈ അതിന് ഭയങ്കര മണം വരുന്നു. അല്ല, നമ്മൾ ഈ ചക്കയുടെ പൊടിയുടെ രുചി അറിയണ്ടായോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ശർക്കര അതിനകത്ത് ചേർക്കുവാണെങ്കിൽ രുചി അങ്ങ് മാറത്തില്ല. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മൂത്തിട്ടുണ്ട്, മണമൊക്കെ വന്നു. അവിടെ ഈ ഒരു കളർ കണ്ടോ, ഒരു ചെറിയൊരു ചുമപ്പ് കളറ്. അത് നമ്മള് അരിപ്പൊടി പോലല്ല കേട്ടോ, ഇത് പെട്ടെന്ന് ഓഫ് ചെയ്യണം തീയ. ഒരു ചെറു ചൂടായി കഴിയുമ്പോഴേ ഓഫ് ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോലെ. അത് പിന്നെ തുടയ്ക്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കും. അതല്ല, പുട്ടുപൊടി വീണു. എന്ത് ചെയ്താലും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് തുടയ്ക്കണം, ഇല്ലെങ്കിൽ അത് സാരമില്ല, പിന്നെ തുടയ്ക്കാൻ. നമുക്ക് പിന്നെ ഇച്ചിരി വെള്ളം നനച്ച് തുടച്ചെടുക്കാം. കിളിക്കുഞ്ഞുങ്ങളുടെ രാവിലത്തെ ഫുഡാണ് ഇത്. കൊടുത്തില്ല, ഞാൻ കൊടുക്കാൻ പോവാ. രാവിലെ ഇച്ചിരി തിരക്കായിപ്പോയി. ഉപ്പ് ചേർക്കണം അല്ലേ? കുറച്ച് അത്ര മതിയോ? ചെറിയ ചൂടുവെള്ളം ഇത്. മണിക്കുട്ടനെ രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് പോയി. ഇനിയിപ്പം അവന് രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ട്രിപ്പ് അതിന് വരുന്നത്. വിശക്കുമ്പോ മാത്രം ഇപ്പൊ വരുന്നുള്ളു. അങ്ങനെ വലിയ വരവില്ല ഇപ്പം. കൂട്ടുകാരുള്ളതുകൊണ്ട് ഇപ്പം വരവ് കുറവാ. അവനറിയാം ഇപ്പം, കാരണം വീടറിയാം. ഇനിയിപ്പൊ നമ്മളൊക്കെ അറിയാം. ശബ്ദം ഒന്ന് ചെറുതായിട്ടൊന്ന് കേട്ടാൽ മതി, അപ്പോഴേ പറഞ്ഞു വരും. വന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിച്ചേച്ച് വീണ്ടും തിരിച്ചാൽ പോകും. ഇപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ ദിവസമായിട്ട് ഞങ്ങൾ വിചാരിച്ച അവനങ്ങനെ പാറിപ്പറന്ന് നടക്കട്ടെ. അതെ, ഒരു 2-3 കൂട്ടുകാരുണ്ട് ഇവിടെ. അവൻ വരുമ്പോഴത്തേന് അവന്റെ പുറകെ വന്ന് അപ്പുറത്തെ പ്ലാവേ വന്നിരിക്കും. ഇന്നലെ നമ്മളിവനെ കാണാഞ്ഞിട്ട് നമ്മളിവിടെ കിടന്ന് വിളിച്ചപ്പം ഇവൻ അങ്ങോട്ടെങ്ങാണ്ട് മാറിയിരിക്കുവായിരുന്നു, കേട്ടില്ല. അപ്പം വേറൊരു കാക്ക വന്ന് അവന് സിഗ്നൽ കൊടുക്കുന്നു ഞങ്ങൾ വിളിക്കുന്നെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു 5-10 സെക്കൻഡിനകത്ത് അവൻ പറന്നിവിടെ വന്നു. ഉണ്ടായിരുന്നു. വെളിയിലോട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ഇവനെ ഒന്ന് കണ്ടില്ല. ഇവനെ കാണാനൊന്ന് വിളിച്ചപ്പോഴാ മറ്റേ കാക്ക സിഗ്നൽ കൊടുക്കുന്നില്ല. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും അച്ഛനും ദേ നിന്നെ വിളിക്കുന്നു, ചെല്ല് എന്നുള്ള. ഇത് നനച്ചു കഴിഞ്ഞപ്പോ ഈ കളർ വരും അല്ലേ? ചെറുതായിട്ടൊരു കട്ട പോലെ, ചുമന്ന. കാരണം ഇത് അരിപ്പൊടി അല്ലല്ലോ, അപ്പൊ അതിൻ്റെതായ. ഇപ്പൊ തേങ്ങ ഞാനുണ്ടല്ലോ, ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചേർക്കാതെ നമ്മള് ഇങ്ങനെ മൊത്തം ഇട്ടാ മിക്സ് ആക്കും അല്ലേ? മിക്സ് ആക്കുക. അപ്പൊ അതൊന്ന് ഇളക്കണ്ടേ? തേങ്ങയെല്ലാം ഇട്ട് മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലോട്ട് വെച്ചാൽ മതി. നമ്മളൊന്ന് ആവി കയറ്റുക. ഞങ്ങൾക്ക് 2 പേർക്ക് ഇത് ധാരാളം ഉണ്ടല്ലേ. പിന്നെ പഴയ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊന്ന് ആവിയിലിരുന്ന് വേഗട്ടെ കേട്ടോ. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പൊ എടുക്കാനായി. ചക്കയുടെ മണം അടിച്ചപ്പോഴത്തേന് ഒരാൾ പറന്നു വന്ന് അമ്മയുടെ അടുത്തിരിപ്പായി. ഇപ്പൊ എന്നെ കൊണ്ട് ഒരു പണിയും നടപ്പിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. വെന്തിട്ടുണ്ട്, നോക്കണ്ടേ? അമ്മ ഇപ്പൊ വരും. ഓ എന്തല്ലേ ഇത്? ഞങ്ങള് കഴിക്കാനുള്ള പരിപാടിയില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വേറെ ഒത്തിരി ചെറിയ ചെറിയ പരിപാടികളുണ്ട് വീട്ടില്. ഞങ്ങള് ചക്കപ്പുട്ട് കഴിക്കാൻ പോവാ. നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ എല്ലാരും. ചക്ക, പഴം,
മാത്രം കഴിക്കാതെ ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നല്ലതാണ്. അപ്പം അല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, നല്ലതാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം എല്ലാവരും. ഓക്കെ, ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ എത്തിയിട്ടുണ്ട് വീണ്ടും. അടുത്ത ട്രിപ്പ്, മൂന്നാമത്തെ ട്രിപ്പ് ആളെത്തിയിരിക്കുക. അവൻ ഇങ്ങനെ, ഞാൻ മുറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, അപ്പൊ എന്നെ കാണുന്നുണ്ട് എവിടെ ഇരുന്നാലും പറഞ്ഞു വരും. അല്ല, ഞാനതിൽ നിന്ന് മണ്ണെടുത്തായിരുന്നു. അപ്പൊ ദേ ഇതൊക്കെ പാകാനായോ? അതൊക്കെ പാകാനായി. ഇതൊക്കെ നടാനായോ? അപ്പൊ അത് അതൊക്കെ അത്ര ആവത്തുള്ളായിരിക്കും. ചെല്ലടാ. ആ ചെന്നോ? അമ്മ പോന്നു. ചെല്ലേ കുഞ്ഞു ചെല്ലേ. ആ വാ വാ. കസ്തൂരി മഞ്ഞൾ ഞങ്ങൾ ഉണക്കാൻ വെച്ച അന്നത്തെ എല്ലാം ഇതേത് കണ്ടോ. ഇതിനി അങ്ങ് പൊടിച്ചിട്ട് വേണം മുഖത്ത് നമ്മള് തേക്കാൻ. തേനിനകത്തല്ലേ? തേനല്ല, അന്ന് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്തങ്ങ് തേച്ചാ മതി. അതിന് ഇനി ഉണ്ടാക്കണം. ഇത് കുറ്റി ബീൻസാ. ഇത് കുറ്റി ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി മേടിച്ചത്. ഇത് വെണ്ടയുടെ ഒക്കെ അരി. ഇനി അതിനകത്തെല്ലാം ബാക്കിയും കൂടെ നമുക്ക് നടാം. ചേട്ടനെ കാണിക്കണമെന്ന് എല്ലാരും പറഞ്ഞു, ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. ഇതിനെ ഒരു കമ്പ് വെച്ച് കൊടുക്കണം, അല്ലെ അത് രണ്ടുകൂടെ ഇതായി പോകും. എല്ലാവർക്കും ഒരു ഹായ്. ഹായ്. മണിക്കൂട്ടം കൂടുതൽ അടുക്കുന്നില്ല, അതിന്റെ വിഷമമുണ്ട്. എന്റെ അടുത്ത് അവനെ ഞാനാ കൊണ്ടുവന്ന് അവനെ ഈ രീതിയിലാക്കി എടുത്ത്. ഇപ്പൊ അവനിപ്പോ എന്നെ കണ്ടോ എന്റെ അടുത്ത് മതി. കണ്ടോ, എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. 24 മണിക്കൂർ എന്റെ അടുത്താണ് അവന്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഭക്ഷണം കൊടുത്താലും ഇങ്ങനെ തന്നെ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.